A+2 സ്വാഗതം. വളരെയേറെ ആളുകൾക്ക് ഗുണപ്പെടുന്ന ഒരു വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. സാധാരണ സർക്കാർ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങുന്നവരാണ് നിങ്ങളെല്ലാം. അപേക്ഷകളായും നിവേദനങ്ങളായിട്ടും പരാതികളായിട്ടും ഒക്കെ നമ്മൾ പലതരം അപേക്ഷകൾ കൊടുക്കും. ഇതെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പലർക്കും അതറിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഒരു ഓഫീസ് പ്രൊസീജിയറിൽ നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു എപ്പിസോഡാണ്. നിങ്ങളൊരു അപേക്ഷ കൊടുക്കുന്നു. എവിടെ കൊടുക്കുന്നു? ഉദാഹരണം പഞ്ചായത്തിൽ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ കോർപ്പറേഷൻ, അല്ലെങ്കിൽ PWDയിൽ, അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ, നിങ്ങൾ എവിടെ, അല്ലെങ്കിൽ കളക്ടറേറ്റിൽ, എവിടെയെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ അപേക്ഷയിൽ എന്ത് നടപടികളാണ് നമുക്കുണ്ടാവുക? ഒന്നുകിൽ നമ്മുടെ അപേക്ഷ നിരസിക്കാം, ഇല്ലെങ്കിലോ നമ്മുടെ അപേക്ഷയിലെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് കാണിച്ചുകൊണ്ട് നമുക്കൊരു മറുപടി കത്ത് ആ ഓഫീസിൽ നിന്നും ലഭിക്കാം. മൂന്നാമതായോ, നമ്മൾക്ക് ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മളെ ഫോണിലൂടെ വിളിച്ച് വരുത്തി നമ്മുടെ അപേക്ഷയിൽ കറക്റ്റ് ചെയ്യിപ്പിക്കാം. അതൊക്കെ അനൗദ്യോഗികമാണ് കേട്ടോ, ഔദ്യോഗികമല്ല. ഔദ്യോഗികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുക. അപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ അപേക്ഷയ്ക്കും സേവനാവകാശ നിയമപ്രകാരം സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആ വിവരം ഞാൻ അടുത്ത എപ്പിസോഡിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചും തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ പറയുന്നുണ്ട്. ഏതൊക്കെ സമയങ്ങളാണ് ഓരോ അപേക്ഷയ്ക്കും വേണ്ടി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്, ആ ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ തുടർ നടപടി സ്വീകരിക്കാം എന്നത് സംബന്ധിച്ച് മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു അപേക്ഷ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട കക്ഷി വിളിച്ചിരുന്നു. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം കൂടി ഇങ്ങനെയാണ്. പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ തന്നെയാണ്. അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ച നടപടി, ഞാനിങ്ങനെ അപേക്ഷ കൊടുത്തു, ഇതുവരെ പരിഹാരമുണ്ടായില്ല, എന്ത് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം. കേസാക്കണോ, കേസ് ഏറ്റെടുക്കാമോ എന്ന മട്ടിലാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ കേസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ചിലതിൽ നമുക്ക് ചെയ്യാം, എല്ലാത്തിലും പറ്റില്ല കേട്ടോ. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യം, ഒരു അപേക്ഷ കൊടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ അപേക്ഷയ്ക്ക് പരിഹാരം ഉണ്ടായില്ല. സേവനാവകാശ നിയമം ഞാൻ പറയാം, പക്ഷേ ഏകദേശം നിങ്ങൾ ഒരു മാസം കൊടുത്തു എന്ന് വെക്കൂ, അത്രയൊന്നും അവകാശ നിയമത്തിൽ പറയുന്നില്ല കേട്ടോ. ഒരാഴ്ച, 15 ദിവസം, ചില കാര്യങ്ങൾ 30 ദിവസമൊക്കെ പറയുന്നുണ്ട്. ഓരോ വകുപ്പിനും വെവ്വേറെയാണ് കേട്ടോ. ഞാൻ ജനറലി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പിന്നീട് എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഏകദേശം 1 മാസം കാത്തിരുന്നു എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ 2 മാസം കാത്തിരുന്നു, ഒരു മറുപടിയും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരു റിമൈൻഡർ കൊടുക്കാം. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. സർക്കാർ ഓഫീസുകൾ അത് ചെയ്യാറുണ്ട്. സർക്കാർ ഓഫീസിൽ നിന്നും വേറെ ഒരു സ്ഥലത്തേക്ക്, ഇപ്പോൾ ഉദാഹരണം നോക്കൂ, നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്നും പിന്നെ പഞ്ചായത്ത് ഡയറക്ടർക്ക് ഒരു കത്ത് കൊടുത്തിട്ട് ഔദ്യോഗികമായ കത്താണ്, മറുപടി ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു റിമൈൻഡർ കൊടുക്കും. അതിനും മറുപടി ഇല്ലെങ്കിൽ വീണ്ടും ഒരു റിമൈൻഡർ കൊടുക്കും. പിന്നെ വേണമെങ്കിൽ DO ലെറ്റർ കൊടുക്കും. അത് ഔദ്യോഗിക കത്ത്, പേഴ്സണലായിട്ടുള്ളത്, ഇമ്മീഡിയറ്റ് എന്നുള്ള നിലയിൽ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയാണ്. അത് ഒഫീഷ്യലായതുകൊണ്ട് അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു അപേക്ഷ കൊടുത്തിട്ട് നടപടി ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ഉണ്ടായില്ലെങ്കിൽ ഓർമ്മക്കുറിപ്പ് കൊടുക്കണം. എങ്ങനെയാണ് ഈ ഓർമ്മക്കുറിപ്പ് കൊടുക്കാൻ? അത് ഇനി ഞാൻ പറയുന്നത് പോലെയാണ് ചെയ്യാൻ. കാരണം മുമ്പ് എങ്ങനെ അപേക്ഷ എഴുതണം എന്ന് പറഞ്ഞ് ഈ ചാനലിൽ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിന് വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ ആ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞു. അപ്പം അതിന് ആളുകൾക്ക് അതറിയാനുള്ള ആഗ്രഹമാണ്. പലർക്കും എങ്ങനെ അപേക്ഷ കൊടുക്കണം എന്നറിയാത്തതുകൊണ്ട് കൃത്യമായ വിവരണമാണ് അതിൽ കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർമ്മക്കുറിപ്പ് ചെയ്യാൻ ആദ്യം ഫ്രം വെക്കുക. ഫ്രം ഒരു പേപ്പറിൽ A4 സൈസ് പേപ്പർ എടുക്കുക. സാധാരണ പേപ്പറാണ് കേട്ടോ A4. അതിൻ്റെ മുകളിൽ നിങ്ങൾ അഡ്രസ്സ് വെക്കുക. കൃത്യമായി അഡ്രസ്സ് ആയിരിക്കണം. ഫോൺ നമ്പർ കൂടി അതിനോട് വെക്കാൻ മറന്നു പോകരുത്. ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് എല്ലാവർക്കും മൊബൈലുണ്ട്. ഉദ്യോഗസ്ഥർക്കും അത് എളുപ്പമാണ്. എന്തെങ്കിലും ഒരു കറക്ഷൻ വേണ്ടതുണ്ടെങ്കിൽ അവർക്ക് വെറുതെ നിങ്ങൾക്കൊരു മറുപടി അയച്ച് കാത്തിരിക്കേണ്ടതില്ല. അവർ ഫോൺ നമ്പറിൽ നിങ്ങളെ വിളിക്കും. അപ്പോൾ ഫ്രം എഴുതിയല്ലോ, അഡ്രസ്സും ഫോൺ നമ്പറും. രണ്ടാമത് താഴെ ആർക്കാണോ നിങ്ങൾ മുമ്പ് അപേക്ഷ കൊടുത്തത് ആ
അഡ്രസ്സിൽ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിക്കാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്തിൻ്റെ പേര്, ആ സ്ഥലത്തിൻ്റെ പേരും എഴുതുന്നതാണ് ടു അഡ്രസ്സ്. ഫ്രം നിങ്ങളുടേതാണ് ആദ്യം എഴുതാൻ, ടു രണ്ടാമത് ഈ ആർക്കാണോ നിങ്ങൾ ഈ അപേക്ഷ ഈ ഓർമ്മക്കുറിപ്പ് അയക്കുന്നത് അതിലാണ് എഴുതാൻ. അത് കഴിഞ്ഞ് സർ എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്യണം. സല്യൂട്ടേഷൻ സർ എന്ന് തുടങ്ങണം. അതിൻ്റെ താഴെ വിഷയം എന്ന് എഴുതണം. വിഷയം എന്ന് എഴുതിയിട്ട് ഒരു ചെറിയ ഐഫൺ ഇടണം. കാരണം അവിടെ നമ്മൾ എന്താണ് വിഷയമെന്ന് പെട്ടെന്ന് ഇവർക്ക് റെഫർ ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കണം. എന്തിനാണ് ഈ അപേക്ഷ എന്ന് നോക്കാൻ വേണ്ടിയാണ്. സാധാരണ നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷകളെല്ലാം ആദ്യം മിക്കവാറും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ആളിൻ്റെയോ മേശപ്പുറത്ത് എത്തും. പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിനെ മിക്കവാറും ചിലപ്പോൾ അപേക്ഷകൾ നോക്കിയേക്കാം, തപാലിൽ വരുന്നതൊക്കെ നോക്കിയേക്കാം. അതുകൊണ്ട് അദ്ദേഹം ഇത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് റെഫറൻസിൽ മനസ്സിലാകുമ്പോൾ താഴേക്ക് വായിച്ചു നോക്കണ്ട, കൺസേൺഡ് സെക്ഷനിലേക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ എഴുതാനുള്ള എന്താണ് വിഷയം. ഉദാഹരണം, അയൽക്കാരൻ്റെ മരം മുറിക്കലുമായി ബന്ധപ്പെട്ട പരാതിയാണ് നിങ്ങൾ നേരത്തെ കൊടുത്തത്. അതിനാണ് ഇപ്പോഴും 2 മാസം കഴിഞ്ഞിട്ടില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് നടപടിയെടുക്കാതിരിക്കുന്നത്. അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതണം? അയൽക്കാരൻ്റെ പുരയിടത്തിലുള്ള മരം മുറിക്കലുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് നിങ്ങൾ അവിടെ എഴുതാം. ഇല്ലെങ്കിൽ ബന്ധപ്പെട്ടത് എന്ന് എഴുതിയിട്ട് അതിനൊരു ചെറിയ ഐഫൺ ഇട്ടിട്ട് ഓർമ്മക്കുറിപ്പ് എന്നുകൂടി നിങ്ങളവിടെ എഴുതി വെക്കണം. ക്ലിയർ ആയല്ലോ? വിഷയം പെട്ടെന്ന് എന്താണോ അത് ചുരുക്കി എഴുതണം, ഒരുപാട് അവിടെ എഴുതരുത്. തൊട്ട് താഴെ, വിഷയത്തിൻ്റെ തൊട്ട് താഴെ സൂചന. സൂചന എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് കൊടുത്തിട്ടുള്ള അപേക്ഷയുടെ കാര്യമാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. പലതിനും പലതരത്തിൽ സൂചന നമുക്ക് കാണിക്കേണ്ടി വരും. ഇവിടെ അതാണ് മുമ്പ് കൊടുത്ത അപേക്ഷയാണ് നമ്മൾ സൂചനയിൽ 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ സൂചന 1, നമ്മൾ കൊടുത്ത ഡേറ്റ് നിങ്ങൾ അവിടെ എഴുതണം. ഇപ്പോൾ ഇന്നലെ കൊടുത്തതാണെന്ന് വെക്കൂ, 22/6/2024 ഞാൻ ഈ ഓഫീസിൽ നൽകിയിട്ടുള്ള അപേക്ഷ. അപ്പോൾ 22 ഇതിൽ നിങ്ങൾ കൊടുത്ത അപേക്ഷയെന്ന് മനസ്സിലാകും. ഇനി അതിന് നിങ്ങളുടെ ഈ ഓഫീസിൽ, അത് പഞ്ചായത്തായിക്കോട്ടെ മറ്റ് സർക്കാർ ഓഫീസായിക്കോട്ടെ, അവിടെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫയൽ നമ്പർ കൂടി എഴുതുന്നത് നന്നായിരിക്കും. ഫയൽ നമ്പർ ഇത്രയാണ്. ഫയൽ നമ്പർ അവിടുത്തെ സെക്ഷൻ എസ് ആണെങ്കിൽ എസ് ബാർ 16/913 ബാർ ഏത് വർഷമാണോ അടുത്ത് വരുന്നത് ആ വർഷമാണ് 2024 എന്നായിരിക്കും അതിനകത്ത് വരുന്നത്. അത് കാണിച്ചാൽ മതി. ആ ഫയൽ നിങ്ങൾ കാണിക്കണം. ഫയൽ നമ്പർ സോ ആൻഡ് സോ നിങ്ങൾ എഴുതണം. ഇല്ല, ഫയൽ നമ്പർ ആയില്ല, അഥവാ നിങ്ങൾക്കറിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപേക്ഷയുടെ തീയതി വെച്ചാൽ മതി. അപ്പോൾ റെഫറൻസിൽ 1 മനസ്സിലായാലേ ഇതാണ് സൂചന. അപ്പോൾ നമ്മൾ 2 കാര്യം ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചു. ഒന്ന്, എന്താണ് വിഷയം, നമ്മൾ ഈ രണ്ടാമത് ഓർമ്മക്കുറിപ്പ് കൊടുക്കുന്നതിൻ്റെ വിഷയം എന്താണ് എന്ന് പറഞ്ഞു. രണ്ടാമത്, ഏത് വിഷയത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഓർമ്മക്കുറിപ്പ് കൊടുക്കുന്നത് എന്നത് സംബന്ധിച്ചും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ബാക്കി കാര്യം എഴുതണം. ഈ 1-ാം സൂചന പ്രകാരം ഞാൻ ഇത്രാം തീയതി ഈ ഓഫീസിൽ ഒരു പരാതി നൽകിയിരുന്നു. എൻ്റെ അയൽക്കാരനായ വ്യക്തിയുടെ പേരെഴുതുക. ഈ വ്യക്തി എന്ന് എഴുതരുത്, ആ വ്യക്തിയുടെ പേര് ഇവിടെ എഴുതണം. ഞാനിത് പറഞ്ഞെന്നേ ഉള്ളൂ. ശ്രീകുമാർ എന്ന് വെക്കൂ. ശ്രീകുമാർ എന്ന വ്യക്തിയുടെ പുരയിടത്തിൽ നിൽക്കുന്ന ഒരു ആഞ്ഞിലി മരം എൻ്റെ വീട്ടിന് ഭാഗത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്നതിനാൽ എൻ്റെ വീടിന് ഏത് സമയത്തും അപകടാവസ്ഥ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ആയത് കാണിച്ചുകൊണ്ട് ഈ മരം എത്രയും വേഗം മുറിച്ച് നീക്കണം എന്ന് ഞാൻ അയൽക്കാരനോട് നേരിട്ട് പറഞ്ഞിട്ടും അദ്ദേഹം അതിൽ കൂട്ടാക്കാത്തതിനാലാണ് ഞാൻ സൂചന പ്രകാരമുള്ള പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും അതിന്മേൽ പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആയതിനാൽ ഞാൻ ഈ ഓർമ്മക്കുറിപ്പ് അടിയന്തരമായിട്ട് എൻ്റെ അപേക്ഷയിന്മേൽ നടപടി സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി നൽകുന്നു. വിശ്വാസപൂർവം, പേര്, ഒപ്പ്, തീയതി. ഇത്രയും ക്ലിയറായി. ഇതാണ് ഓർമ്മക്കുറിപ്പ്. വേണമെങ്കിൽ ആ അപേക്ഷയുടെ ഏറ്റവും മുകളിലായിട്ട് ഓർമ്മക്കുറിപ്പ് 1 എന്നും കൂടി എഴുതുക. അപ്പോൾ കുറച്ചുകൂടി നന്നായി. അപ്പോൾ നോക്കുന്ന സെക്രട്ടറി ആണെങ്കിൽ ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇതാ 1-ാമത്തെ ഓർമ്മക്കുറിപ്പ് വന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഇത് കാണുമ്പം സെക്രട്ടറി ഒരു ജനകീയനാണെങ്കിൽ, ഇല്ലെങ്കിൽ മനസാക്ഷിയുള്ള മനുഷ്യനാണെങ്കിൽ, ഇല്ലെങ്കിൽ ഔദ്യോഗിക ചുമതല നിർവഹിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി ആണെങ്കിൽ തൊട്ട് താഴെ എഴുതും. എന്തെഴുതും? പുട്ട് അപ്പ് ദി ഫയൽ ഇമ്മീഡിയറ്റ്ലി.
എന്ന് പറഞ്ഞ് എഴുതും. കാരണം റിമൈൻഡർ വന്നു, ഇതുവരെയായിട്ടും സെക്ഷനിൽ നിന്ന് ഇത് അനങ്ങിയിട്ടില്ല. ഇല്ലെങ്കിൽ ആ ഫയൽ ചിലപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കയ്യിൽ ഫീൽഡ് ഇൻസ്പെക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവാം, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവാം. ആ എവിടെ നിന്നായാലും സെക്ഷനിലേക്കാണ് അദ്ദേഹം എഴുതുന്നത്. ഏത് സെക്ഷനാണ് ഇത് നോക്കുന്നത്? മിക്കവാറും ഹെൽത്ത് സെക്ഷനായിരിക്കും. H2 അല്ലെങ്കിൽ RI കൊടുത്തിട്ടുള്ള RI ഹെൽത്തിലെ ഇത് പോകാൻ സാധ്യതയുള്ള മരമുറിക്കൽ, ഹെൽത്ത് HI റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി, ഇല്ലെങ്കിൽ H1 സെക്ഷൻ പുട്ടപ്പ് ഫയൽ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് എഴുതി അങ്ങ് പോകും. അപ്പോൾ ഫയൽ വരും, കാര്യം നടക്കും. ഇനി ഒന്നാമത്തെ റിമൈൻഡർ നമ്മൾ കൊടുത്തിട്ടും കാര്യമില്ലെങ്കിൽ നമ്പർ 2 ഓർമ്മക്കുറിപ്പ് നമ്പർ 2 അതിന് നിങ്ങൾ 1 മാസം കാത്തിരിക്കേണ്ട. ഇത് കൊടുത്ത് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഓർമ്മക്കുറിപ്പ് 2 എന്ന് മുകളിൽ എഴുതുക. സൂചനയിലും നമ്മൾ ആദ്യത്തെ ഓർമ്മക്കുറിപ്പ് രണ്ടാമതായി പരാമർശിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ അത് പരാമർശിച്ചാൽ മതി. കാരണം 1 നമ്മൾ കൊടുത്തു, രണ്ടാമത്തെ ഓർമ്മക്കുറിപ്പ്, മൂന്നാമത്തതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ റിമൈൻഡർ 3. അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. ഇങ്ങനെയും കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്നും അനങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇനിയുമുണ്ട് മാർഗം. ആ മാർഗം ഞാൻ ശരിയായ രീതിയിൽ തന്നെ അടുത്ത എപ്പിസോഡിൽ പറയാം. ഇപ്പോൾ 11 മിനിറ്റായി. അത് എന്ത് ചെയ്യണം? ഈ ചാനൽ ഫോളോ ചെയ്യൂ. നിങ്ങൾക്ക് വളരെ വിജിലൻ്റായി തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ഓഫീസിനെ ധൈര്യമായി സമീപിക്കാനുള്ള എല്ലാം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഫോളോവർ ആകൂ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കാരണം ഈ ഔദ്യോഗിക രംഗത്തുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ പബ്ലിക്കിന് വളരെ നന്നായിട്ട് അറിയില്ല. ഈ ചാനൽ ഫോക്കസ് ചെയ്യുന്നതും അതിലേക്കാണ്. നിങ്ങളെ ഒന്ന് സജ്ജരാക്കി എടുക്കുക. പൊതുവെ ജനറലി നിങ്ങളൊരു ഫിറ്റസ്റ്റ് സിറ്റിസൺ ആവുക എന്നുള്ളതാണ്. പലരും അങ്ങനെയാണ് കേട്ടോ, എല്ലാവരും അങ്ങനെ അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞതായിട്ട് ആരും ആക്ഷേപിച്ച് കളയരുതേ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അതനുസരിച്ച് അവരൊന്ന് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണെന്നും കൂടി വേണമെങ്കിൽ വെച്ചോളൂ. അങ്ങനെ നമുക്ക് ചെയ്യാം. നമുക്കൊരു കൂട്ടായ്മ പോലെ മുമ്പോട്ട് പോകാം. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഔദ്യോഗികമായ സമയക്കുറവ് വളരെയധികം എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ എൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ ഡിലേ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പലർക്കും മറുപടി കൊടുക്കാൻ കഴിയാത്തത്. ചിലരൊക്കെ തന്നെ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല, മറുപടി ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു വിരൽ കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ വിരൽ അമർത്തി ആ ബെൽ ഐക്കണിൻ്റെ ചിത്രത്തിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം എങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കുള്ള എപ്പിസോഡിൻ്റെ വിവരം നിങ്ങൾക്ക് അറിയാൻ കഴിയും. എന്തായാലും നമുക്കിനി ഈ റിമൈൻഡർ കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം എന്നുള്ളതാണ്. മുതൽ മുടക്കില്ലാതെ ഇനി എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. നന്ദി.